അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് വാനില സ്പോഞ്ച് കേക്കാണ്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിലെ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഓവനോ കുക്കറോ ഒന്നും ഇല്ലാതെ എല്ലാ കേക്കിൻ്റെയും ബേസ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് സാധാരണ ഒരു അലുമിനിയം പാത്രമാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. അടപ്പ് വെച്ച് നന്നായി അങ്ങ് അടച്ച് വെച്ച് പ്രീഹീറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ 7 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബട്ടറോ ഓയിലോ ചെറിയ രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് അതിൻ്റെ മുകളിലും കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മാവൊന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു ബൗളും ഒരു അരിപ്പയും എടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ആയാലും മാവായാലും കുത്തി നിറച്ച് എടുക്കാതെ ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മാവ് ഒരു സ്പൂൺ വെച്ചോ ഒരു വിസ്ക് വെച്ചോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ടകളൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഇനി ഒട്ടും ഈർപ്പമൊന്നുമില്ലാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗള് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ തണുപ്പെല്ലാം മാറിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. ഇനി ഈ മുട്ടയുടെ വെള്ളയിൽ നിന്നും മുട്ടയുടെ മഞ്ഞ നമുക്ക് ഒരു ബൗളിൽ മാറ്റാം. മുട്ട ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ഒട്ടും പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ തൈര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞയിലേക്ക് 2 നുള്ളു ഉപ്പും മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഈ ഒരു വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാറ്റി വെച്ച മുട്ടയുടെ വെള്ള ഒന്ന് പതപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീറ്ററൊന്നും എടുക്കുന്നില്ല. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്പൂണോ ഒരു വിസ്കോ വെച്ച് മുട്ട 1 മിനിറ്റ് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ള പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കുറച്ച് വീതം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചസാര ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ കുറച്ച് വീതം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ മുട്ടയുടെ വെള്ള നല്ലതുപോലെ പൊങ്ങി കിട്ടുകയുള്ളൂ. പാത്രം കമഴ്ത്തി പിടിച്ചാൽ മുട്ട താഴേക്ക് വീഴാത്ത രീതിയാണ് ഇതിന്റെ പരുവം. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയുടെ മിക്സും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കാതെ മുട്ടയുടെ പത അടങ്ങാത്ത രീതിയിൽ വേണം ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബട്ടറിന് പകരം 4 ടേബിൾ സ്പൂൺ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ബട്ടർ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ചൂടാറിയ പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി അരിച്ച് വേണം ഇട്ട് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇളക്കി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ കുറച്ച് മാവിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരേ ഡയറക്ഷനിൽ വേണം മുട്ടയുടെ പത അടങ്ങാത്ത രീതിയിൽ മാവ് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ സാവധാനം യോജിപ്പിച്ചെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബട്ടറിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ബാക്കിയിരിക്കുന്ന മാവിലിട്ട് പത അടങ്ങാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇളക്കി കൊടുക്കുമ്പോൾ സാവധാനം ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കുത്തി മറിച്ച് ഇളക്കി കൊടുത്താൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും കിട്ടില്ല. ഇപ്പോൾ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സ് ചെയ്തെടുത്ത ബാറ്റർ ഒരുപാട് നേരം വെച്ചിരിക്കാതെ ഉടൻ തന്നെ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ കേക്ക് ടിന്നിൽ ഓയിലോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് തട്ടിക്കുടഞ്ഞ് മാവ് ഒഴിച്ചു കൊടുത്താലും മതി. കേക്ക് ടിന്നിലേക്ക് മാവ് ഒഴിച്ചതിന് ശേഷം ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കേക്ക് ടിന്ന് നല്ലതുപോലെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ടാപ്പ് ചെയ്തെടുക്കാം. എയർ ബബിൾസ് തീരെ ഉണ്ടാവാൻ പാടില്ല. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടില്ല.
ഇനി ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയൊന്നും പൊള്ളാതെ വേണം ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ബേക്കായോന്ന് ഒന്ന് തുറന്ന് നോക്കാം. 30 മിനിറ്റ് കഴിയാതെ ഇത് തുറന്ന് നോക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ ഈ കേക്ക് താഴ്ന്നു പോകും. ഇനി കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ ഒരു ഈർക്കിലോ വെച്ച് ഒന്ന് കുത്തി നോക്കാം. മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടില്ല. വീണ്ടും മൂടി വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ നിന്നും കേക്ക് ടിന്ന് പുറത്തെടുത്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയിട്ട് മാത്രമേ കേക്ക് ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുക്കാവൂ. ഇനി കേക്കിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി കൊണ്ട് ചെറുതായിട്ട് വിടിയിച്ച് കൊടുക്കാം. വിടിയിച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ഒരു പാത്രത്തിൽ മെല്ലെ ഒന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ കണ്ടില്ലേ, കേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നല്ല ഹൈറ്റിലുള്ള കേക്ക് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ടോ, കേക്ക് ടിന്നിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി കേക്കിൽ നിന്നും ബട്ടർ പേപ്പർ മെല്ലെ മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേക്ക് കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. കത്തി പോകുന്നത് കണ്ടാലേ അറിയാം ഈ കേക്ക് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി ഇതാ മുറിച്ചെടുത്ത ഒരു പീസ് എടുത്ത് മാറ്റി ഒരു പീസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നിറച്ചും ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ കേക്കിൽ ഒരുപാട് ഹോളുകൾ ഉള്ളതാണ് ഈ സ്പോഞ്ച് കേക്കിൻ്റെ പരുവം. ഇനി ഈ കേക്ക് കൈകൊണ്ട് ഒന്ന് അമർത്തി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ കേക്ക് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നെന്ന്. അപ്പോൾ ദാ ഓവനോ കുക്കറോ ബീറ്ററോ ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല എന്ന് പറയുകയില്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കേക്ക് ഏത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ കേക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയിൽ നിന്നും ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വാനില സ്പോഞ്ച് കേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് ഈ കേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്